അയോധ്യ മുഴുവൻ കൊള്ളയടിച്ചവർ തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ കൂടുതൽ പ്രതീക്ഷകളൊന്നും വേണ്ട. ഇ ഇറക്കാനിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ. എല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള നടപടികൾ മാത്രമാണ്. ക്ഷേത്രം കൊള്ളയടിച്ചവർ തന്നെ അതിന്മേൽ അന്വേഷണത്തിന് ഉത്തരവിടുന്ന ഈ വിരോധാഭാസം രാജ്യത്തെ ജനങ്ങളെയും യഥാർത്ഥ വിശ്വാസികളെയും ഒരുപോലെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ കോടിക്കണക്കിന് രൂപയുടെ കാണിക്കപ്പണം കൊള്ളയടിക്കപ്പെട്ടതോടെ ജനരോഷത്തിൽ നിന്ന് തടിയൂരാൻ ഇ രംഗത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യോഗി ആദിത്യനാഥ് സർക്കാർ. കോടിക്കണക്കിന് രൂപയും മൂല്യം തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര വിലപിടിപ്പുള്ള പുരാതന ആഭരണങ്ങളും ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ UP പോലീസ് ഉടൻ തന്നെ കേന്ദ്ര ഏജൻസിക്ക് ഔദ്യോഗികമായി കത്ത് നൽകും. തട്ടിപ്പിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം മാത്രം പോരാ എന്ന വിലയിരുത്തലാണ് യോഗി സർക്കാർ കേന്ദ്ര ഏജൻസിയുടെ സഹായം തേടുന്നത്. CBIയോ EDയോ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ EDയെ കൊണ്ടുവരുന്നത് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനും അന്വേഷണം തങ്ങൾക്ക് അനുകൂലമായി വഴിതിരിച്ചുവിടാനുമുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വ്യക്തമാണ്. രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ മാത്രം കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന മോദി ഭരണകൂടത്തിന്റെ കീഴിൽ ഈ കേസിൽ ED നടത്തുന്ന അന്വേഷണത്തിൽ നിന്ന് സാധാരണക്കാർക്ക് വലിയ പ്രതീക്ഷകളൊന്നും വെച്ചു പുലർത്താൻ കഴിയില്ല. അതേസമയം കേസ് അന്വേഷിക്കുന്ന പ്രത്യേക പോലീസ് സംഘത്തിന് അന്വേഷണം പൂർത്തിയാക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ 15 ദിവസം കൂടി സമയം അനുവദിച്ചിട്ടുണ്ട്. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും വിശ്വാസത്തിന് മുറിവേൽപ്പിച്ച ഒരാളെ പോലും വെറുതെ വിടില്ലെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഭരണം കൈവിട്ടു പോകാതിരിക്കാൻ നടത്തുന്ന വായ്ത്താരികൾ മാത്രമാണ്. ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും വലിയ അവകാശവാദങ്ങളുമായി ക്യാമറയ്ക്ക് മുന്നിൽ നിറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ക്ഷേത്രത്തിനുള്ളിൽ ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ടും ഭരണപരമായ പരാജയം സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. ക്ഷേത്രത്തിന്റെ സുരക്ഷയും ഭരണനിർവഹണവും സ്വന്തം ആളുകളെ ഏൽപ്പിച്ച് അഴിമതിക്ക് കളമൊരുക്കുകയാണ് ചെയ്തത്. അയോധ്യയുടെ പേരിൽ വോട്ട് ചോദിക്കാൻ കാട്ടിയ ആവേശം ക്ഷേത്രത്തിലെ പണവും സ്വർണവും സംരക്ഷിക്കുന്നതിൽ ഈ രണ്ട് നേതാക്കൾക്കും ഉണ്ടായിരുന്നില്ല എന്നത് ഇവരുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നു. മോദി സർക്കാരും യോഗി സർക്കാരും തങ്ങളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കായി അയോധ്യയെ ഉപയോഗിച്ചപ്പോൾ അവരുടെ അണികളും ഉദ്യോഗസ്ഥരും ക്ഷേത്രത്തെ ഒരു സാമ്പത്തിക സ്രോതസ്സായി മാത്രമാണ് കണ്ടത്. യഥാർത്ഥ കുറ്റവാളികളിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ പ്രതികൾക്ക് ആവശ്യത്തിന് സമയം നൽകാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് UP സർക്കാർ കൂടുതൽ സമയം അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ED ഇറക്കിക്കൊണ്ട് മാത്രം ഈ സർക്കാരുകൾക്ക് തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും വീഴ്ചകളിൽ നിന്നും ഒളിച്ചോടാൻ കഴിയുകയില്ല.